വെള്ളാപ്പള്ളി നടേശനെതിരെ പുതിയ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ. യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മൈക്രോ ഫിനാൻസ് ഇടപാടുകളിൽ നടേശൻ കോടികളുടെ അഴിമതി നടത്തിയതായി വി.എസ്. ആരോപിച്ചു. വ്യാജവിലാസങ്ങൾ നൽകി ലക്ഷങ്ങൾ തട്ടിയെന്ന് കണ്ടെത്തിയ പിന്നാക്ക വികസന കോർപ്പറേഷന്റെ അന്വേഷണ റിപ്പോർട്ടും വി.എസ്. പുറത്തുവിട്ടു. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ CBI അന്വേഷണത്തിന് ഉത്തരവിടണമെന്നും ഇല്ലെങ്കിൽ താൻ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും വി.എസ്. മുന്നറിയിപ്പ് നൽകി. SNDPക്ക് കീഴിലുള്ള 250 സ്വയം സഹായ സംഘങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ വേണ്ടി 5 കോടി രൂപയാണ് പിന്നോക്ക വികസന കോർപ്പറേഷൻ യോഗത്തിന് വായ്പ നൽകിയത്. എന്നാൽ വായ്പ നൽകിയിട്ടും യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തതിനെ തുടർന്ന് പിന്നോക്ക വികസന കോർപ്പറേഷൻ പരിശോധന നടത്തിയപ്പോഴാണ് തട്ടിപ്പ് പുറത്തു വന്നത്. യോഗ സമർപ്പിച്ച ലിസ്റ്റിലുള്ള 75% സ്വയസഹായ സംഘങ്ങളും വ്യാജമാണെന്ന് പിന്നോക്ക വികസന കോർപ്പറേഷൻ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. മാത്രമല്ല 2% പലിശ നിരക്കിലാണ് യോഗത്തിന് പിന്നോക്ക വികസന കോർപ്പറേഷൻ വായ്പ നൽകിയത്. 5% പലിശ മാത്രമേ വായ്പ നൽകുന്നവരിൽ നിന്ന് ഈടാക്കാവൂ എന്നും കോർപ്പറേഷൻ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ SNDP പിന്നോക്കക്കാർക്ക് വായ്പ നൽകിയതാകട്ടെ 12% പലിശയ്ക്കും. ആളുകളുടെ പേരും വ്യാജമായ അഡ്രസ്സും നൽകിയാണ് കോർപ്പറേഷനെ കബളിപ്പിച്ചിരിക്കുന്നത്. പണം കൈപ്പറ്റിയവരെന്ന് SNDP അറിയിച്ചവരിൽ നിന്ന് വിവരം ശേഖരിച്ചപ്പോൾ അത്തരത്തിൽ പണം കൈപ്പറ്റിയിട്ടില്ലെന്നാണ് പലരും പറഞ്ഞതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ക്രമക്കേട് കണ്ടെത്തിയിട്ടും നടപടിയെടുക്കേണ്ടെന്ന് പിന്നോക്ക വികസന കോർപ്പറേഷന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതായി വി.എസ്. അച്യുതാനന്ദൻ ആരോപിച്ചു. അതേപോലെ തന്നെ ഇത് സംബന്ധിച്ച് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടി പിടിച്ചു വച്ചിരിക്കുകയാണ്. CBIയെ ഈ അന്വേഷണം ഏൽപ്പിക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. സർക്കാർ ഇതിന് തയ്യാറാകുന്നില്ലെങ്കിൽ ഇക്കാര്യത്തിൽ നിയമപരമായ നടപടികൾക്ക് ഞാൻ മുൻകൈയെടുക്കുകയും ചെയ്യും. അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിലും അന്വേഷണം വേണമെന്നാണ് വി.എസ്. വ്യക്തമാക്കിയിരിക്കുന്നത്. സേഫ് സൈനുലാബ്ദീൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.